ഹായ്, ഇന്നത്തെ സ്പെഷ്യൽ ഓംലെറ്റാണ്. നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് കാണണ്ടേ? വന്നോളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിന്ന് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടൊരു കാൽഭാഗം വേണ്ട, 4 മുട്ടയ്ക്കൊക്കെ കാൽഭാഗം വളരെ ഇന്നഫ് ആണ്. ഓക്കെ, അതിലേക്ക് ഞാൻ കാൽഭാഗം ഒണിയൻ, അതായത് ബിഗ് ഒണിയനാണ് ഞാൻ ചോപ്പ് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന കുനുകുന ഇടുക. ഓക്കെ, സോ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബോയിൽ ചെയ്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മതി, കാരണം നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് എഗ്ഗാണ്. ഇത് നമ്മൾ ഓംലെറ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ഓംലെറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ബോയിൽ ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലും ഞാൻ കുറച്ച് ഉപ്പ്, നേരിയതായിട്ട് ഉപ്പ്, മുന്നിട്ട് നിൽക്കരുത്, ഒരു മയത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, ചീസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. ഇപ്പം ഞാനൊക്കെ നോർമലി ചെയ്യുന്നത് ബീൻസോ അല്ലെങ്കിൽ ടൊമാറ്റോയോ അങ്ങനെയൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഇന്ന് ഞാനത് ആഡ് ചെയ്യുന്നില്ല. സോ ഇതിനകത്ത് ആകെ ബിഗ് ഓണിയൻ, ദെൻ ചിക്കൻ ബ്രസ്റ്റ്, ദെൻ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ദോശക്കല്ല് ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഞാനിതെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടു. അതായത് ഒരുമിച്ച് കൂടിയിരുന്ന സവാളയും ബോയിൽഡ് ചിക്കനും എല്ലാം എന്ത് ചെയ്തു, ഞാൻ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സമയത്തേക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ തിരിച്ചിട്ടു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം. ഇതാണ് നമ്മളുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഓംലെറ്റിൻ്റെ പിക്ചർ.